പിണറായിക്ക് പിന്തുണയുമായി സ്റ്റാലിൻ. കേന്ദ്രത്തിനെതിരെ പുതിയ പോർമുഖം തുറന്ന് കേരളം. കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന കടുത്ത വിവേചനത്തിനെതിരെ ഫെബ്രുവരി 8-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദില്ലി ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിന് പിന്തുണയേറുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് എംപിമാരും MLA-മാരും നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. പ്രതിഷേധത്തിൽ DMK പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന താൽപ്പര്യങ്ങൾ ഹനിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ ഒന്നിച്ച് സമരം ചെയ്യാൻ പ്രതിപക്ഷത്തെ ക്ഷണിച്ചിരുന്നെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് സമരത്തിനില്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ ഫെബ്രുവരി 7-ന് ദില്ലിയിൽ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെയും പഞ്ചാബിൽ ഭഗവത് സിംഗ് മാനിൻ്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകളും കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭത്തിലാണ്. കേരളം ഉന്നയിക്കുന്നതിന് സമാനമായ വിഷയങ്ങൾ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളും ഉന്നയിക്കുന്നത്. BJP ഇതര സംസ്ഥാന സർക്കാരുകളെ സാമ്പത്തികമായി ഞെരുക്കുക എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. 10ാം ധനക്കമ്മീഷൻ പദ്ധതി വിഹിതമായി കേരളത്തിന് 3.89% നൽകിയതെങ്കിൽ ഇപ്പോൾ അത് 1.9% കുറച്ചു. നികുതി വിഹിതവും വെട്ടിക്കുറച്ചു. ഇങ്ങനെ 57,000 കോടി രൂപയുടെ കുറവാണ് കേരളത്തിന് വന്നത്. ഇതിനു പുറമെ കേന്ദ്ര പദ്ധതി വിഹിതത്തിലും 4,224.87 കോടി കുടിശ്ശിക വരുത്തി. ചുരുക്കത്തിൽ കേന്ദ്രം കേരളത്തിന് തരാനുള്ളത് 61,624.87 കോടി. ഈ തുക ലഭിച്ചാൽ 11,624 കോടി രൂപ മിച്ചമുള്ള സംസ്ഥാനമായി കേരളം മാറും. എന്നാൽ ഈ പണം നൽകുന്നതിന് പകരം കടമെടുപ്പ് പരിധി കൂടി വെട്ടിക്കുറച്ച് സംസ്ഥാനത്തിന് മേൽ അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ് കേന്ദ്രം. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിൽ നിന്ന് ഇതേ സമീപനമാണ് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേന്ദ്ര വിരുദ്ധ സമരത്തിന് പിന്തുണയേറുന്നതും തമിഴ്നാടും കർണാടകവും തെലങ്കാനയുമെല്ലാം കേന്ദ്രവിരുദ്ധ സമരവുമായി രംഗത്ത് വരുന്നതും. എന്നാൽ നാടിൻ്റെ പൊതു താൽപ്പര്യങ്ങൾക്ക് പകരം സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന കേരളത്തിലെ കോൺഗ്രസും UDF-ഉം മൗനത്തിലാണ്. BJP-ക്കെതിരെ മിണ്ടാനോ കേരളത്തിൻ്റെ അവകാശങ്ങൾക്കായി സമരം ചെയ്യുവാനോ അവർ തയ്യാറല്ല. എന്തായാലും അവനവനിസത്തിൻ്റെ വക്താക്കളായ സതീശ സംഘത്തിന് ജനം തിരിച്ചടി നൽകും, തീർച്ച.